വാർത്തയിലേക്ക് വിശദമായി. മന്ത്രി സജി ചെറിയാൻ വീഞ്ഞും കേക്കും പരാമർശം പിൻവലിച്ച് ഖേദം പ്രകടിപ്പിച്ചെങ്കിലും കേരള കോൺഗ്രസിന് മേലുള്ള സമ്മർദ്ദത്തിൽ ഇനിയും അയവ് വന്നിട്ടില്ല. സജി ചെറിയാന്റേത് മുന്നണി നിലപാടല്ലെന്ന് ജോസ് കെ മാണി പറയുമ്പോഴും മന്ത്രിയുടെ നിലപാടിനെ ശക്തമായി തള്ളിപ്പറയാനോ വിമർശിക്കാനോ തയ്യാറാകാത്തത് ആയുധമാക്കുകയാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. കേരള കോൺഗ്രസ് എമ്മും ജോസ് കെ മാണിയും വിഷയത്തിൽ ഉരുണ്ടുകളിക്കുകയാണെന്നാണ് ജോസഫ് വിഭാഗത്തിന്റെ ആരോപണം. തോമസ് ചാഴിക്കാടനെ സദസ്സിൽ വെച്ച് പരിഹസിച്ചതും ജോസഫ് വിഭാഗം ആയുധമാക്കുന്നു. ഇതിനെതിരെ പ്രതികരിക്കാത്തത് ഇടതുമുന്നണിയിൽ ഭയപ്പെട്ട് നിൽക്കുന്നതിന്റെ തെളിവാണെന്നായിരുന്നു മോൻസ് ജോസഫിന്റെ പ്രതികരണം. സജി ചെറിയാൻ വിഷയം മധ്യ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന ഒരു വിഷയമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യമാണ്, പ്രത്യേകിച്ച് ഇടതുമുന്നണിയിൽ കിടക്കുന്ന കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ച്. എന്നോടൊപ്പം മോൻസ് ജോസഫ് ചേരുകയാണ്. ജോസഫ് ഗ്രൂപ്പിന്റെ മുതിർന്ന നേതാവ് കൂടിയാണ്. എങ്ങനെയാണ് ഇത് തിരുത്തി ഭാഗികമായി എന്ന് പറയുമ്പോൾ പോലും എങ്ങനെ ഇത് ബാധിക്കുമെന്നാണ് താങ്കൾ കരുതുന്നത്? അല്ല, ഇത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത വളരെ മോശമായ ഒരു സമീപനമാണ് എൽ ഡി എഫിന്റെ ഭാഗത്തുനിന്നാണ്, എൽ ഡി എഫ് മന്ത്രിസഭയുടെ ഭാഗത്തുനിന്നുണ്ടായത്. കാരണം ഇത് ഏത് സമുദായത്തോട് ചെയ്താലും ഇത്തരത്തിൽ ആക്ഷേപിക്കുന്ന ഒരു രീതി നമ്മുടെ കേരളത്തിൽ അംഗീകരിക്കുന്ന കാര്യമല്ല. രണ്ട് ക്രൈസ്തവ സഭ മേലധ്യക്ഷന്മാരുടെ പേരെടുത്ത് പറഞ്ഞ് അവരെ ആക്ഷേപിച്ചിരിക്കുകയാണ്. അവരെന്ത് തെറ്റ് ചെയ്തിട്ടാണ്? അവര് ഇപ്പൊ കേരളത്തിന്റെ മുഖ്യമന്ത്രി വിളിക്കുന്ന പരിപാടിയിൽ പോയാൽ ശരി, ഇന്ത്യയുടെ പ്രധാനമന്ത്രി വിളിക്കുന്നിടത്ത് പോയാൽ തെറ്റ്. അത് പറയാൻ എൽ ഡി എഫിന് എന്താ അവകാശം? ഇപ്പൊ ബി ജെ പിയുടെയും സി പി എമ്മിന്റെ യോഗങ്ങളിലല്ലോ പോയിരിക്കുന്നത്. അപ്പൊ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ യോഗം എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ യോഗം എന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെന്റിന്റെയുമാണ്. അത് ആര് ഭരിക്കുന്നു എന്നുള്ളതല്ല. അവിടെ സഭാ മേലധ്യക്ഷന്മാർ പോയി അവരുടെ കാര്യങ്ങൾ പറയുകയോ അല്ലെങ്കിൽ അവരുടെ സംസാരിക്കുകയോ ചെയ്യുന്നത് അവരുടെ സ്വാതന്ത്ര്യത്തിൽപ്പെട്ട കാര്യമാണ്. അങ്ങനെ ചെയ്ത ഒരു കാര്യത്തെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് സഭാ മേലധ്യക്ഷന്മാർ, ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരെ അപമാനിക്കുന്ന വിധത്തിലേക്ക് പ്രസ്താവന നടത്തിയ ശേഷം അതിൽ നിന്ന് പിന്നെ അത് തിരുത്താൻ തയ്യാറാകണമെന്ന് നാട് മുഴുവൻ ആവശ്യപ്പെടുമ്പം തിരുത്തലില്ല, ഞാൻ പിൻവാങ്ങില്ല എന്ന് മന്ത്രിയും സംഘവും പറയുകയാണ്. ഇപ്പം 3 വാക്ക് മാത്രം അതിൽ പിൻവലിച്ചു എന്ന് പറയുന്നത് തന്നെ ഒരു കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമൊന്നും അപ്പുറത്തേക്കില്ല. പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുകയാണ് അദ്ദേഹം. അപ്പൊ ഇത് വ്യക്തിപരമായ ഒരു സജി ചെറിയാന്റെ പ്രതികരണമായി മാത്രം ഞങ്ങൾ കാണുന്നില്ല. കേരള കോൺഗ്രസ് പാർട്ടി ശ്രീ പി ജെ ജോസഫ് സാറിന്റെ നേതൃത്വത്തിൽ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഇത് UDF, ഇത് LDF തലത്തിൽ പിന്നെ ഒരു മൗനാനുവാദത്തോടെ ഇത്തരം കാര്യങ്ങൾ നടക്കുകയാണോ എന്ന് സംശയിക്കേണ്ടി വരും. ഞങ്ങൾ അങ്ങനെയാണ് ഇതിനെ വിലയിരുത്തിയിരിക്കുന്നത്. കാരണം ഇപ്പം സജി ചെറിയാൻ പ്രതികരണം നടത്തി മന്ത്രി എന്ന നിലയിൽ, KT ജലീൽ MLA എന്ന നിലയിൽ പ്രചരണം നടത്തി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിനെ ന്യായീകരിക്കുന്ന വിധത്തിൽ തന്നെ കൊച്ചിയിൽ സംസാരിക്കുന്നു. അപ്പൊ ഇതെല്ലാം വന്നതിന് ശേഷം ഇന്ന് വളരെ ഗൌരവമേറിയ ചർച്ചകൾ ഇന്ന് നടക്കുന്നു, മാധ്യമങ്ങളിലെല്ലാം ചർച്ച വരുന്നു. അതെല്ലാം വന്ന ശേഷവും ഇത് തിരുത്തുന്നതിന് പകരം ഉച്ചയായപ്പോൾ ഒരു പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നത് ഞാൻ ഈ 3 വാക്ക് പിൻവലിക്കുന്നു, പക്ഷെ ഞാൻ പറഞ്ഞിട്ട് തുറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ക്രൈസ്തവ സഭ മേലധ്യക്ഷന്മാരെ അപമാനിച്ച ഈ നിലപാട് അവിടെ നിലനിൽക്കുകയാണ്. സമീപകാലത്ത് ഇല്ലാത്തതുപോലെ KCBC സർക്കാരുമായി സഹകരിക്കില്ല, അങ്ങനെ ഒരു പ്രഖ്യാപനമൊന്നും സമീപകാലത്തൊന്നും ഉണ്ടായതായിട്ട് കാണുന്നില്ല. അത്രത്തോളം മുറിവുള്ള ഒരു വിഷയമായിട്ടാണോ ഇതിനെ കാണേണ്ടത്? അല്ല, ഇത് തീർച്ചയായിട്ടും ഇത് ഗൗരവം, വളരെ മുറിവുള്ള ഒരു വിഷയം തന്നെയാണല്ലോ. ഇന്നത്തെ ദീപികയുടെ എഡിറ്റോറിയൽ അതിൽ വ്യക്തമായി പറയുന്നുണ്ട്. കാരണം അത് സഭയുടെ ഒരു നിലപാടും കൂടെ പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ദീപികയുടെ എഡിറ്റോറിയൽ വന്നിരിക്കുന്നത്. മറ്റു മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് തന്നെ എല്ലാവരുടെയും പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്. കാരണം ഇത് വളരെ ഗൌരവമേറിയ ഒരു പ്രശ്നമായി മാറിയത് എന്തുകൊണ്ടാണ്? ഇത്രയും കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ മതേതരത്വത്തിന് വേണ്ടി നിൽക്കുകയും സമുദായ ഐക്യത്തിനും മനുഷ്യ സൗഹാർദ്ദത്തിനും എല്ലാം വേണ്ടി നിൽക്കുകയും ചെയ്യുന്ന ക്രൈസ്തവ സഭ വിശ്വാസത്തിന്റെ പാതയിൽ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളോട് സഹകരിച്ചു നിന്ന് അവർ പോകുന്നത് രാഷ്ട്രീയമല്ല, അത് സഭയുടെ ഒരു ഉത്തരവാദിത്വമാണ്. സഭ അതിന് നിഷ്പക്ഷമായ നിലപാട് സ്വീകരിക്കുന്നതാണല്ലോ സഭയുടെ പാരമ്പര്യം. സഭയ്ക്ക് സഭയുടെ വിശ്വാസ പ്രമാണങ്ങളാണ് സഭ നിൽക്കുന്നത്. അങ്ങനെ നിന്ന് പോകുന്ന ഒരു ഘട്ടത്തിൽ, അല്ല ആ രീതിയിൽ പോകുമ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ വരുന്ന ഒരു നിർഭാഗ്യകരമായ സംഭവം ഉണ്ടായത് തിരുത്താൻ ഗവൺമെന്റ് തയ്യാറായില്ലെങ്കിൽ പിന്നെ KCBC എന്ത് പറയും? KCBC വെയിറ്റ് ചെയ്തല്ലോ. KCBC ഇന്ന് ഉച്ചവരെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. വെയിറ്റ് ചെയ്തതിന് ശേഷവും പ്രസ്താവന വരുന്നത് നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു, 2-3 വാക്ക് മാത്രം മാറ്റുന്നു. അത് മറ്റൊരു അപമാനിക്കലായിട്ടേ കാണാൻ പറ്റുകയുള്ളൂ. ഇതൊന്നും ഇവിടെ ആർക്കും എന്തും പറയാവുന്ന ഒരു നിലയിലേക്കാണ്. ക്രൈസ്തവ സഭയുടെ നേരെ ആർക്കും കയറി ഏത് രീതിയിലും എന്ത് രീതിയിൽ ആക്ഷേപിച്ചാൽ ഒരു കുഴപ്പമില്ല എന്ന് വരുന്നത് ശരിയല്ല എന്ന് ബോധ്യപ്പെടുത്താൻ ക്രൈസ്തവ സഭയ്ക്കും കടമയുണ്ട്, രാഷ്ട്രീയ പാർട്ടികൾ എന്ന നിലയിൽ ഞങ്ങൾക്കെല്ലാം കടമയുണ്ട്. ആ ദൌത്യം എല്ലാവരും ഏറ്റെടുക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരും. ഞങ്ങൾക്ക് ഒരു കാര്യത്തിൽ പ്രയാസമുണ്ട്. ഇത്രയും സംഭവവികാസങ്ങൾ ഉണ്ടായിട്ട് ഈ നിമിഷം വരെ ഫലപ്രദമായ ഒരു ഇടപെടൽ നടത്താൻ കേരള കോൺഗ്രസിന്റെ ഭാഗമായി നിൽക്കുന്ന ജോസ് വിഭാഗത്തിന് കഴിഞ്ഞില്ല എന്ന് പറയുന്നത് ഏറ്റവും നിർഭാഗ്യകരമാണ്. ആ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഉരുണ്ട് കളിക്കുകയാണ്.
അവർ മറുപടി പറയാതെ രക്ഷപ്പെടുകയാണ്. ഇതൊക്കെയാണ് ഇന്ന് രാവിലെ എല്ലാവരും ആവശ്യപ്പെട്ടു. കേരള കോൺഗ്രസിന്റെ പ്രതികരണം പ്രതിപക്ഷ നേതാവ് മുതൽ ഞങ്ങളൊക്കെ പറഞ്ഞു. അവരെന്താ പ്രതികരണം? ഉച്ചവരൊന്നും വേണ്ടിയില്ല. സജി ചെറിയാന്റെ പ്രസ്ഥാനം വന്നു കഴിഞ്ഞപ്പോൾ അത് ഈ 3 വാക്ക് പിൻവലിച്ചല്ലോ എന്നൊരു ആശ്വാസം കണ്ടെത്തി ജോസ് വിഭാഗം രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. അങ്ങനെ രക്ഷപ്പെടാൻ വഴിയില്ല. ഇതുപോലെ ആക്ഷേപിച്ച വിഷയം ഇവിടെ നിൽക്കുകയാണ്. അതുകൊണ്ട് വളരെ ഗൌരവമുള്ള ഒരു പ്രശ്നം എന്ന നിലയിൽ സഭാ മേലധ്യക്ഷന്മാരെ ഒരു കാര്യവും ഇല്ലാതെ ആക്ഷേപിച്ച മണിപ്പൂർ വിഷയം പ്രധാനമന്ത്രിയോട് സംസാരിച്ചോ ഇല്ലയോ എന്നുള്ള വിവരം സജി ചെറിയാനാണ് അറിയാവുന്നത്. കേരളത്തിലെ മന്ത്രിമാർക്കാണ് അറിയാവുന്നത്. LDF എങ്ങനെ അറിയാനാണ്? അത് സഭാപിതാക്കൾ അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഞങ്ങൾ ആ വിഷയം സംസാരിച്ചിട്ടുണ്ട്, നേരത്തെ സംസാരിച്ചിട്ടുണ്ട്, കേന്ദ്ര ഗവൺമെന്റ് ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് അക്കാര്യത്തിൽ നടപടി എടുക്കുന്നില്ല എന്നതിൽ എല്ലാവർക്കും പ്രതിഷേധവുമുണ്ട്. പക്ഷേ അങ്ങനെ ഒരു നിലപാട് സഭാ നേതൃത്വം പരസ്യമായി പറയുമ്പോഴും അതിന്റെയൊക്കെ പേരിൽ സഭാ നേതൃത്വത്തെ അടച്ചാക്ഷേപിക്കുന്ന ഒരു രീതിയിലേക്ക് LDF മുന്നോട്ട് പോകുന്നു എന്ന് കണ്ടതുകൊണ്ടാണ് തിരുത്താൻ തയ്യാറല്ല, നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുന്നു എന്ന് ആവർത്തിച്ച് പറയുന്ന സാഹചര്യത്തിലാണ് KCBC പറഞ്ഞത് ഗവൺമെന്റുമായി സഹകരിക്കില്ല എന്ന് പറഞ്ഞത്. ഗവൺമെന്റുമായി സഹകരിക്കില്ല എന്ന് അവർ പറഞ്ഞിരിക്കുന്ന ആശങ്ക തീർച്ചയായും സഭാ നേതൃത്വത്തോട് കേരളത്തിലെ UDF ചർച്ച ചെയ്യാൻ തയ്യാറാകും. ആ ആശങ്കകൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന വിധത്തിൽ അവർക്കുണ്ടായിരിക്കുന്ന ഈ മുറിവ് തീർച്ചയായിട്ടും ഗൌരവമായി കണ്ടുകൊണ്ട് ഈ വിഷയത്തിൽ ഇടപെടാൻ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുള്ള നിലപാടുണ്ടാകുമെന്നതിൽ സംശയമില്ല. അതിൽ കേരള കോൺഗ്രസ് പാർട്ടി ശ്രീ PJ ജോസഫ് സാറിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ഇക്കാര്യത്തിൽ ശക്തമായ നിലപാടെടുത്തുകൊണ്ട് നിൽക്കുകയും. അതായത് ജോസ് കെ മാണിയുടെ വിശദീകരണത്തിലൊന്നും തൃപ്തരല്ല നിങ്ങൾ? ജോസ് കെ മാണി എന്ത് വിശദീകരിച്ചു? ഒന്നും വിശദീകരിച്ചില്ലല്ലോ. അദ്ദേഹം ഒന്നും വിശദീകരിക്കാൻ തയ്യാറായില്ല. അദ്ദേഹം അവിടെ നിന്ന് രക്ഷപ്പെടുന്ന രീതിയാണ് നമ്മൾ കണ്ടത്. ഈ വിഷയത്തെക്കുറിച്ച് തെറ്റായിപ്പോയി, അല്ലെങ്കിൽ സഭാ നേതൃത്വത്തെ ആക്ഷേപിച്ചത് ശരിയല്ല, ഇത് പിൻവലിക്കാൻ ഗവൺമെന്റ് തയ്യാറാകണം, പരസ്യമായി മാപ്പ് പറയണം, ഇതൊക്കെ എല്ലാവരും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക. അതൊന്നും പറയാതെ മന്ത്രി അതിനകത്ത് എല്ലാം മാറ്റം വരുത്തി 2-3 വാക്ക് പിൻവലിച്ചല്ലോ എന്ന് പറഞ്ഞ് തലയൂരി പോകാവുന്നൊരു വിഷയമാണോ ഇത്? ഒരിക്കലും അല്ലെന്നാണ് ഞങ്ങളുടെ നിലപാട്. ഈ ചാഴിക്കാടൻ വിഷയത്തിലും അവർ ഏതാണ്ട് അത് തണുത്തൊരു വിഷയമാണ്, അത് കഴിഞ്ഞ വിഷയമാണെന്നാണ് ഇന്ന് ജോസ് കെ മാണി. ഈ വിഷയം ഉണ്ടായ ശേഷം ആദ്യമായാണ് ജോസ് കെ മാണിയുടെ ഒരു പ്രതികരണം വരുന്നത് ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട്. അതിനെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, തോമസ് ചാഴികാടൻ കോട്ടയം MP എന്ന നിലയിൽ അദ്ദേഹം UDFന്റെ ഭാഗമായി ജയിച്ച MP ആയിരുന്നു. ഞങ്ങളെല്ലാം ചേർന്നുകൊണ്ട് അദ്ദേഹത്തെ വിജയിപ്പിച്ചു. അദ്ദേഹം ഇപ്പോൾ LDFിലേക്ക് പോയി. ഇടതുപക്ഷത്തിന്റെ MP ആണ് ഇപ്പം. ആ ഇടതുപക്ഷത്തിന്റെ MPയെ ഇടതുപക്ഷ നേതാക്കളെല്ലാം ഇരിക്കുന്നിടത്ത് അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് ഇത്തരത്തിലൊരു വലിയ ആക്ഷേപം അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത്. അങ്ങനെ ഒരു ആക്ഷേപം ഏറ്റുവാങ്ങിയതിന് ശേഷം മുഖ്യമന്ത്രി പിറ്റേ ദിവസം അദ്ദേഹം പറഞ്ഞത്, കോട്ടയത്ത് വെച്ച് തന്നെ പറഞ്ഞത്, കാര്യങ്ങളെല്ലാം MPക്ക് മനസ്സിലാകാതിരുന്നതുകൊണ്ട് സംഭവിച്ച പ്രശ്നങ്ങളാണ്, അതിപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട്, അപ്പോൾ ആ കാര്യങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന നിലയിൽ പറഞ്ഞാണ് അദ്ദേഹം മുഖ്യമന്ത്രിയുടെ വിശദീകരണം അതാണ് വന്നത്. ജോസ് വിഭാഗത്തിൻ്റെതായിട്ട് പാർട്ടിയുടെ ഒരു തരത്തിലുള്ള നിലപാടുകളും പുറത്തു വന്നില്ല. കേരള കോൺഗ്രസ് എമ്മിനെ ആകെ പ്രതികരിച്ച ശ്രീ PM മാത്യു ആണ്. പഴയ MLAയും പാർട്ടിയുടെ സീനിയർ നേതാക്കളുടെ ഒരാളാണ്. അദ്ദേഹം നടത്തിയ പ്രതികരണം ഇത് കേരള കോൺഗ്രസിന്റെ അന്തസ്സ് തകർത്ത അവസ്ഥയായിപ്പോയി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുമാത്രമല്ല, KM മാണി സാറിനെ പോലെ നേതാവായിരുന്നെങ്കിൽ അത് കൈയോടെ തിരുത്തിച്ചേനെ. ഇതൊന്നും ചെയ്യാൻ പറ്റാതെ ഈ പാർട്ടി ഇതുപോലെ ഒരവസ്ഥയിലേക്ക് പോയത് കേരള കോൺഗ്രസ് എമ്മിനെ ഇല്ലായ്മ ചെയ്യുന്ന നടപടിയായി പോയി എന്ന് ശ്രീ PM മാത്യു പറഞ്ഞത് ശരിയാണ്. അത് കേരള കോൺഗ്രസുകാർക്ക് എല്ലാ അപമാനമായി പോയി. ഇത്രയും ദിവസം പിന്നിട്ടിട്ടും മുഖ്യമന്ത്രിയോ LDF നേതാക്കളോ ചാഴികാടനോട് പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യമല്ല ഉദ്ദേശിച്ചത്. അത് പൊതുവായി അവിടുത്തെ ഒരു SC പറയും എന്തെങ്കിലും ഒരു ന്യായം പറഞ്ഞ് ഇതിനകത്തൊരു മറുപടിക്ക് പോലും ഈ നിമിഷം വരെ ആരും മുന്നോട്ട് വന്നിട്ടില്ല. അപ്പം ജോസ് വിഭാഗത്തിന് കിട്ടിയ തിരിച്ചടി, അല്ലെങ്കിൽ അവർ കർണക്കുറ്റിക്ക് അടി കിട്ടിയ പോലെ ഉണ്ടായ ആ സാഹചര്യം അതേപോലെ നിൽക്കുകയാണ്. പിന്നെ ആ വിഷയം അതെല്ലാം കഴിഞ്ഞു പോയല്ലോ എന്ന് പറഞ്ഞാൽ ഒന്നും കഴിഞ്ഞിട്ടില്ല, അതൊക്കെ ഇവിടെ തന്നെ നിൽക്കുകയാണ്. ഇനി അതെല്ലാം ഇതുപോലെ ജനങ്ങളുടെ മുമ്പിൽ വീണ്ടും ചർച്ചയ്ക്ക് കൊണ്ടുവരേണ്ട ജോലി ഞങ്ങളിപ്പോൾ ഏറ്റെടുക്കേണ്ടി വരികയാണ്. കാരണം ആ പാർട്ടിക്ക് ഉണ്ടായ ഒരു അവസ്ഥയെക്കുറിച്ച് അവർക്ക് പോലും തിരിച്ചൊരു വാക്ക് പറയാൻ കഴിയാത്ത വിധത്തിൽ ഇതുപോലെ LDFിൽ ഭയപ്പെട്ടൊരു പാർട്ടി നിൽക്കുന്നു എന്നുള്ളതാണ് ആർക്കും കാണാൻ കഴിയുള്ളൂ. അത് ഞങ്ങൾക്ക് അതിൽ സങ്കടമുണ്ട്. എന്തായാലും മോൻസ് ജോസഫ്, അതാണ് LDFിൽ ഭയപ്പെട്ട് നിൽക്കുന്ന പാർട്ടി എന്നാണ് കേരള കോൺഗ്രസ് എമ്മിനെ അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം G. ശ്രീജിത്ത്, News 18 കോട്ടയം.